അറബി മലയാളവും സാഹിത്യവും പഠിക്കുന്നതിൽ മലയാളികൾക്ക് പോലും വലിയ താല്പര്യമില്ല. മലയാളികൾ മറന്നുകഴിഞ്ഞ അറബി മലയാളത്തിലെ പ്രധാന കൃതികളെല്ലാം പഠിച്ച് അവ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയാണ് അമേരിക്കക്കാരിയായ ഒരു ഗവേഷക. അറബി മലയാളത്തിൽ രചിച്ച പ്രശസ്തമായ മൊഹീദ്ദീൻ മാല അവർ ഇതിനകം അതീവ ഹൃദ്യമായി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു കഴിഞ്ഞു. ടെക്സസ് സർവകലാശാലയിലെ ഗവേഷകയായ കീലി സൂട്ടൺ ഇപ്പോൾ പക്ഷിപ്പാട്ട് വിവർത്തനം ചെയ്യുകയാണ്. അറബി മലയാള സാഹിത്യത്തിൽ കണ്ടെടുക്കപ്പെട്ട ആദ്യത്തെ കൃതിയാണ് മുഹീദ്ദീൻ മാല. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരിക ജീവിത ചരിത്രവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സാഹിത്യ സൃഷ്ടികളിലൊന്ന്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഈ കാവ്യസൃഷ്ടി ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഒരു അമേരിക്കൻ ഗവേഷകയാണ്. അമേരിക്കയിലെ ടെക്സാസ് സർവകലാശാലയിലെ ഗവേഷക കീലി സുട്ടൻ. ഇന്ന് കീലിയുടെ മൊഹീദ്ദീൻ മാല പരിഭാഷയാണ് കേരളത്തിനു പുറത്തുള്ള ഗവേഷകർ അറബി മലയാള പഠനത്തിന് ആശ്രയിക്കുന്ന പ്രധാന കൃതികളിലൊന്ന്. 4 authors വേറെ മക്കളെ ലേഖനമെ പറ്റി മക്കളെ കമ്മ്യൂണിറ്റിയെ പറ്റി പുസ്തകം എഴുതി. പക്ഷേ ആ പുസ്തകത്തിൽ മക്കളെ പറ്റി ഒന്നുമില്ല. ഒരു കുറച്ച് ഒരു വാക്യം തർജ്ജിമ ആകും ചിലപ്പോൾ. പക്ഷേ പിന്നെ ഞാനൊരു തർജ്ജിമ ചെയ്തു അമേരിക്കയിൽ. എൻ്റെ പ്രൊഫസറിൻ്റെ കൂടെ ചെയ്തു. അത് 20 വരികൾ മുഹീദ്ദീൻ മാല. അപ്രതീക്ഷിതമായാണ് കീലി സുട്ടൻ അറബി മലയാള സാഹിത്യത്തെ പരിചയപ്പെടുന്നത്. അമേരിക്കയിലെ ടെക്സാസ് സർവകലാശാലയിലെ ബിരുദ പഠനമാണ് കീലിയെ അറബി മലയാളവുമായി ബന്ധപ്പെടുത്തിയത്. അറബി മലയാളം എനിക്ക് കുറച്ച് പ്രയാസമുള്ള ഭാഷയാണ്. കാരണം ഭാഷ അത് ശരിയാണ്, പക്ഷേ ലിപി കുറച്ച് പ്രയാസമാണ്. അറബി ലിപി എനിക്കറിയാം, പക്ഷേ അറബി മലയാളം ലിപി വേറെ ഒരു അത് വേറെ ലിപിയാണ്, ചിലപ്പോൾ ഷാണ്. മതവും തത്വശാസ്ത്രവുമായിരുന്നു ബിരുദ പഠനത്തിൽ കീലിയുടെ വിഷയങ്ങൾ. ഈ പഠനത്തിനിടെ കേരളത്തിലെ ഇസ്ലാമിക സംസ്കാരത്തെക്കുറിച്ച് പഠിക്കാനിടയായി. സ്വാഭാവികമായും മുസ്ലിം സാംസ്കാരിക ജീവിതത്തിന്റെ ഭാഗമായ മാപ്പിളപ്പാട്ടും അറബി മലയാളവും കടന്നുവന്നു. ഇതോടെ കീലി മലയാളം പഠിക്കാൻ തുടങ്ങി. തിരുവനന്തപുരം സ്വദേശിയായ പ്രൊഫസർ രാധാകൃഷ്ണൻ ഉണ്ണിത്താനായിരുന്നു കീലിയുടെ മലയാളം ഗുരു. മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിലൂടെ മലയാളം എഴുതാനും വായിക്കാനും തുടങ്ങി. 5 വർഷം മലയാളം പഠിച്ചിട്ടുണ്ട്. മലയാളം ആ സമയത്ത് മലയാളം അറിയാമായിരുന്നു. പിന്നെ അതിനുശേഷം 1 വർഷം അറബി പഠിച്ചു.